പേര് താരിഖ്. ഞാനൊരു വക്കീലാണ്. കഴിഞ്ഞ നവംബർ 15-ാം തീയതി എൻ്റെ കല്യാണമായിരുന്നു. കല്യാണത്തിൻ്റെ മുഴുവൻ ഇവൻ്റായിട്ട് തന്നെ ഒരു ടീമിനെ ഏൽപ്പിക്കാൻ വേണ്ടിയിട്ടായിരുന്നു എല്ലാവരുടെയും അഭിപ്രായം. അപ്പോൾ നമുക്കറിയാവുന്ന പരിചയമുള്ള ഒരു കമ്പനിയാണ് ഫുഡിയോ. അപ്പോൾ അങ്ങനെ നോക്കിയപ്പോൾ എല്ലാവരും പറഞ്ഞിരുന്നത് എക്സ്പെൻസിൻ്റെ കാര്യമായിരുന്നു. എക്സ്പെൻസ് പക്ഷേ ഞങ്ങൾ പിന്നീട് അത് കൂടുതൽ ഡിസ്കസ് ചെയ്തപ്പോൾ ഞങ്ങൾ കൺവിൻസ്ഡായി ദാറ്റ് എക്സ്പെൻസ് മിനിമലായിരിക്കും, ആസ് യൂഷ്വൽ ഓർ ലെസർ, മിനിമം എക്സ്പെൻസിൽ തന്നെ ചെയ്തു തരാൻ പറ്റും എന്നുള്ളൊരു അണ്ടർടേക്കിംഗ് ഉണ്ടായിരുന്നു. ആൻഡ് ദേ ഡിഡ് ഇറ്റ് വെൽ. കല്യാണ തലേന്ന് മുതൽ തന്നെ ഫുഡിയോൻ്റെ ആ ഒരു എന്താ പറയുക ഇവൻറ്റ് മാനേജ്മെൻറ്റ് കണ്ടപ്പോൾ വി വെർ ഇംപ്രസ്ഡ്. സോ വി വെർ ഷുവർ ദാറ്റ് ദ വെഡിങ് വുഡ് ബി കളർഫുൾ. അത് കഴിഞ്ഞിട്ട് കല്യാണത്തിൻ്റെ ഭക്ഷണത്തിൻ്റെ കാര്യത്തിലേക്ക് എത്തിയപ്പോൾ അവിടെയാണ് ഏറ്റവും വെറൈറ്റി ആയിട്ട് പല വീടുകളിൽ നിന്നായിട്ട് ഉണ്ടാക്കിയ ഭക്ഷണം വിളമ്പിയിട്ടാണ് ഫുഡിയോ ഞങ്ങളെ സന്തോഷിപ്പിച്ചത്. അത് ആ ഒരു രീതിയിൽ നോക്കുമ്പോൾ ഈ 12 കുടുംബങ്ങളിൽ നിന്ന് വന്ന ഭക്ഷണമാണ് ഞങ്ങളുടെ ഗസ്റ്റിന് ഞങ്ങൾ വിളമ്പി കൊടുത്തത്. അതിലൊരു വലിയ സന്തോഷം ഉണ്ടായിരുന്നു. പിന്നെ ഈ 12 കുടുംബങ്ങൾക്കും ഫുഡിയോ ഒരുക്കി കൊടുക്കുന്ന ഒരു പ്ലാറ്റ്ഫോം, ആ പ്ലാറ്റ്ഫോമാണ് ഈ ഫുഡിയോൻ്റെ ഏറ്റവും വലിയ ആകർഷണം. അതുകൊണ്ടാണ് ഞങ്ങൾ ഫുഡിയോനെ തിരഞ്ഞെടുക്കാൻ കാരണം. ഹായ്, എൻ്റെ പേര് റനീഷ പർവീൻ. ഞാനിപ്പം എൻ്റെ പ്രോപ്പർ സ്ഥലം മലപ്പുറം ആൽപ്പറ്റകുളമ്പാണ്. ഞാനിപ്പോൾ BSc മാത്തമാറ്റിക്സ് സ്റ്റുഡൻ്റ് ആയിരുന്നു. ഇപ്പോൾ കംപ്ലീറ്റ് ആയി. ഇപ്പോൾ കഴിഞ്ഞ ഇവൻറ്റിന് ഫുഡിയോയുടെ കൂടെ എൻ്റെ ഫസ്റ്റ് എക്സ്പീരിയൻസ് ആയിരുന്നു. അവിടുത്തെ വെഡ്ഡിങ് കേക്ക് ചെയ്തത് ഞാനാണ്. എല്ലാവരും നല്ല അഭിപ്രായമാണ് പറഞ്ഞത്. അങ്ങനെ ഇപ്പോൾ ഞാനും ഫുഡിയോയിലൊരു വെൻഡറാണ്. അപ്പോൾ റിനു ബേക്സ് എന്ന പേരിലാണ് ഞാൻ എൻ്റെ കേക്കുകൾ സെയിൽ ചെയ്യുന്നത്. അപ്പം അതേ പേരിൽ തന്നെയായിരുന്നു, നമ്മുടെ പേരിൽ തന്നെയാണ് ഫുഡിയോ നമ്മുടെ കേക്കും അവിടെ പ്രസൻറ്റ് ചെയ്തത്. എല്ലാവരും ഭയങ്കര നല്ല അഭിപ്രായമായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഫുഡിയോയുടെ കൂടെ എൻ്റെ ആദ്യത്തെ എക്സ്പീരിയൻസ് നല്ല അടിപൊളിയായിരുന്നു. ഞാൻ അസീന, മലപ്പുറം ആലത്തൂർപടി താമസിക്കുന്നുണ്ട്. ഞാൻ ഫുഡിയോയിലൊക്കെ ഭക്ഷണം കൊടുക്കുന്നുണ്ട്. ഇടയ്ക്ക് ഓർഡറുകൾ കിട്ടുന്നുണ്ട്. ഇപ്പോൾ ലാസ്റ്റ് ഒരു കല്യാണ ഓർഡർ ഉണ്ടായിരുന്നു. അതിലേക്ക് പത്തിരി, ചപ്പാത്തി, വെജിറ്റബിൾ കുറുമ, ചിക്കൻ, തേങ്ങ വറുത്തരച്ച മലബാറി കറി ഒക്കെ കൊടുത്തു. ആ കറക്റ്റ് സമയത്ത് അത് ഫുഡിയോൻ്റെ അവർ വന്ന് കൊണ്ടുപോയി എത്തിച്ചതുകൊണ്ടാണ് ചൂടോടുക്കെ തന്നെ അവർക്കൊക്കെ കഴിക്കാൻ പറ്റി. വളരെ നല്ല അഭിപ്രായമാണ് പറഞ്ഞത് ഫുഡിനെ പറ്റി. അഞ്ജന, എൻ്റെ വീട് കോട്ടയ്ക്ക്. ഞാൻ ഫുഡിയോൻ്റെ ഒരു വെൻഡറാണ്. ഫുഡിയോൻ്റെ പ്രീ ഓർഡറുകളൊക്കെ എനിക്ക് കിട്ടാറുണ്ട്. ഇപ്പം അടുത്തൊരു ഇവൻറ്റിന് ഞാനാണത് ചെയ്തത്. ഡെസേർട്ടായിരുന്നു. നന്നായിട്ട് ചെയ്യാൻ കഴിഞ്ഞു എന്നാണ് എൻ്റെ വിശ്വാസം. മൊത്തത്തിൽ ഇവൻറ്റ് അതിഗംഭീരമായിരുന്നു എന്നാണ് അവരെന്നെ വിളിച്ചപ്പോൾ പറഞ്ഞിട്ടുള്ളത്. ഫുഡിയോൻ്റെ ഇത്രയും വലിയൊരു ഓർഡറായിട്ട് കൂടി എനിക്ക് നന്നായിട്ട് ചെയ്യാൻ കഴിഞ്ഞത് ഫുഡിയോൻ്റെ സപ്പോർട്ട് ഉള്ളതുകൊണ്ട് മാത്രമാണ്. ഇനിയും ഇതുപോലുള്ള ഇവൻറ്റുകൾ ഗംഭീരമായിട്ട് ഫുഡിയോയ്ക്ക് ചെയ്യാൻ കഴിയട്ടെ. റസീന, നമ്മളെ കിച്ചൻ്റെ പേര് പുതിയാപ്പള സൽക്കാരം. ഇപ്പം അടുത്ത കല്യാണം കഴിഞ്ഞ വീട്ടിൽ നമ്മളെ വക കുറച്ച് ഭക്ഷണം ഉണ്ടാക്കിയിരുന്നു. ബീഫ് ഫ്രൈ, കൂന്തള്, ചിക്കൻ വറുത്തരച്ച കറി, കുഞ്ഞിപ്പത്തേൽ. എല്ലാവർക്കും നല്ല അഭിപ്രായമാണ് വന്നത്. അതുകൊണ്ട് തന്നെ ഫുഡിയോയുടെ കൂടെ ബിസിനസ് നടത്തിയത് കൊണ്ട് വളരെയധികം നല്ല സന്തോഷമുണ്ടായി. എൻ്റെ സന്തോഷം പറഞ്ഞറിയിക്കാൻ പറ്റില്ല. ആൻഡ് ദ വെഡിങ് വാസ് വെരി കളർഫുൾ. ഗസ്റ്റ്സ് എല്ലാം ഒരേ സ്വരത്തിൽ പറഞ്ഞത് എല്ലാ ഭക്ഷണവും വീട്ടിൽ പാചകം ചെയ്ത മാതിരി നല്ല രുചിയോടുകൂടെ വിളമ്പിയിട്ടുള്ള വളരെ ഹോംലി ആയിട്ടുള്ള ഭക്ഷണമായിരുന്നു. ഞങ്ങളുടെ ഇതിലൊരു വ്യത്യസ്തത വന്നു എന്നുള്ളതിൽ ഞങ്ങൾ വളരെ സന്തുഷ്ടരാണ്. പിന്നെ ഞങ്ങളുടെ ഗസ്റ്റിൻ്റെ ആ ഒരു ഫീഡ്ബാക്ക്, അവരുടെ ആ ഒരു അഭിപ്രായം, അത് ഞങ്ങൾ കൂടുതൽ സന്തോഷവാന്മാരാക്കി എന്നുള്ളതാണ് സത്യം.